ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു ഭാഗത്തിലേക്കാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാറുണ്ട് എല്ലാ കൊല്ലങ്ങളിലും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയേഴ്സിൽ പലപ്പോഴും ഞാൻ നടത്തുന്ന പ്രഡിക്ഷൻസ് പലപ്പോഴും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രഡിക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് വളരെ എക്സ്ട്രോർഡിനറി നന്നായി വരയ്ക്കുന്ന കുട്ടികളുണ്ടാവും, ഇൻബോൺ ടാലൻ്റുള്ള കുട്ടികൾ. അപ്പോൾ അത്തരം കുട്ടികളും ടെക്നിക്കലി എല്ലാം പെർഫെക്റ്റായി വരയ്ക്കുന്ന കുട്ടികളെയാണ് ഞാൻ ആവറേജ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ കഴിവും കൂടി എടുക്കുമ്പോഴാണ് എക്സലൻറ്റ് ഡ്രോയിങ് ആയി മാറുന്നത്. അപ്പോൾ ഇത് തമ്മിലൊരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു BRക്ക് പഠിക്കേണ്ട കുട്ടിയെ സംബന്ധിച്ചിട്ട് എക്സ്ട്രാ സ്കിൽസ് ഇൻ ഡ്രോയിങ് ആർട്ടിസ്റ്റിക് ആവണം നിർബന്ധമൊന്നുമില്ല. കാരണം ഫൈൻ ആർട്സ് കോളേജിൽ എല്ലാവരും പഠിക്കാൻ പോകുന്നത് ആർക്കിടെക്ചറാണല്ലോ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര അത്യാവശ്യമൊന്നുമല്ല ഒരു ആർക്കിടെക്ചർ പഠിക്കാൻ. പക്ഷെ എന്നാൽ പോലും പല കുട്ടികൾക്കും ഈ ഇൻബോൺ ആയിട്ടും അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടും ഉള്ള പല കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ സ്കിൽസ് ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയ വേരിയേഷൻ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുകയാണ്, മാക്സിമം ആപ്റ്റിറ്റ്യൂഡും ഔട്ട് ഓഫ് 300 ഒരു 185 സ്കോർ ചെയ്യുകയും എക്സലൻ്റ് ആയിട്ട് വരയ്ക്കുകയും ചെയ്യുന്ന കുട്ടിയെ സംബന്ധിച്ച് 99.9% എത്താനുള്ള സാധ്യതയുണ്ട്. ആവറേജ് ആയിട്ടുള്ളൊരു ഡ്രോയിങ്ങും 200 മാർക്സ് ഇൻ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡ്രോയിങ് കൂടുമ്പോൾ, അതായത് ഔട്ട് ഓഫ് 300 കിട്ടുകയാണെങ്കിലും 99.9% എത്തും. പിന്നെ ആവറേജ് ഡ്രോയിങ് പ്ലസ് 175 മാർക്കാണെങ്കിൽ 99% ആൻഡ് അബോവ് കിട്ടാൻ സാധ്യതയുണ്ട്. എക്സലൻറ്റ് ഡ്രോയിങ് ആൻഡ് 165 മാർക്സ് ഉണ്ടെങ്കിൽ 99% ആൻഡ് അബോവ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു അനായത് ഞാൻ തന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികളും ഒന്ന് രണ്ട് പുറമേ പഠിക്കുന്ന പല കുട്ടികൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന പല കുട്ടികളുണ്ട്. അവരുടെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പ്രൈമറി അനാലിസിസിൽ നിന്നാണ് ഞാൻ ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുള്ളത്. കൂടുതൽ അനാലിസിസിന് ശേഷം വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വെർഷൻ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.